ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ കോപ്പ ഡെൽ റേയിൽ നടന്ന റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ വമ്പൻ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഡിപ്പോർട്ടിവ മിനാറ എന്ന ക്ലബിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പല സുപ്രധാന താരങ്ങൾക്കും കാർലോ ആഞ്ചലോട്ടി വിശ്രമം അനുവദിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. റയലിന്റെ ബാക്കിയുള്ള താരങ്ങൾ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. എടുത്തു പറയേണ്ടത് ആർദ ഗുളറിനെയാണ്. അദ്ദേഹം ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മത്സരത്തിന്റെ 5-ാമത്തെ മിനിറ്റിൽ തന്നെ ഫെഡെ വാൽവർദയിലൂടെയാണ് റയൽ മാഡ്രിഡ് ലീഡ് സ്വന്തമാക്കിയത്. പിന്നീട് 14-ാം മിനിറ്റിൽ കമവിംഗയുടെ ഒരു ഗോൾ പിറന്നു. ഫ്രാൻസിസ്കോ ഗാർഷ്യയായിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത്. പിന്നീട് 28-ാമത്തെ മിനിറ്റിലാണ് ആർദ ഗുലറിന്റെ ഗോൾ വരുന്നത്. അതിന് അസിസ്റ്റ് നൽകിയത് ഫെഡറിക്കോ വാൽവർദയാണ്. ഇങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ നേടിക്കൊണ്ട് റയൽ മാഡ്രിഡ് വിജയം ഉറപ്പാക്കിയിരുന്നു. പിന്നീട് 55-ാമത്തെ മിനിറ്റിൽ ഡയസിന്റെ അസിസ്റ്റിൽ നിന്നും ലൂക്ക മോഡ്രിച്ചിന്റെ ഗോൾ പിറന്നു. പിന്നീട് ആർദ ഗുലർ ഒരിക്കൽ കൂടി ഗോൾ കണ്ടെത്തുകയായിരുന്നു. 88-ാമത്തെ മിനിറ്റിൽ ഫ്രാൻസിസ്കോ ഗാർഷ്യയുടെ അസിസ്റ്റിൽ നിന്നാണ് ആർദ ഗുലറിന്റെ ഈ ഒരു ഗോൾ പിറന്നിട്ടുള്ളത്. എന്നാൽ ഈ മത്സരത്തിൽ ബ്രസീലിയൻ താരമായ എൻട്രിക്ക് കളിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകിയ ഒരു കാര്യമാണ്. ഇനി എടുത്തു പറയേണ്ടത് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫൈനൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ AC മിലാന് കഴിഞ്ഞിട്ടുണ്ട്. മിലാൻ ഡർബി ആയിരുന്നു. ആവേശകരമായ ഒരു മത്സരമാണ് നടന്നത്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് AC മിലാൻ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം AC മിലാൻ 3 ഗോളുകൾ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യ പകുതിയുടെ അവസാനത്തിൽ ലൗറ്ററോ മാർട്ടിനസിലൂടെ ഇന്റർ മിലാൻ മുന്നിലെത്തി. പിന്നീട് 47-ാമത്തെ മിനിറ്റിൽ മെഹദി തരമിയിലൂടെ ഇന്റർ മിലാൻ ലീഡ് 2-ആക്കി ഉയർത്തുകയായിരുന്നു. പക്ഷെ പിന്നീട് AC മിലാന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെ തിയോ ഹെർണാണ്ടസ് 52-ാമത്തെ മിനിറ്റിൽ മിലാന് വേണ്ടി ഒരു ഗോൾ മടക്കി. 80-ാമത്തെ മിനിറ്റിൽ പുലിസിച്ചിന്റെ ഒരു ഗോൾ വന്നു. തിയോ ഹെർണാണ്ടസ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത്. ഇതോടുകൂടി 2-2 എന്ന സമനിലയിലായി. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ടാമി അബ്രഹാമിന്റെ ഒരു ഗോൾ പിറന്നു. റഫേൽ ലിയാവയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത്. അങ്ങനെയാണ് AC മിലാൻ ഈ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.